ഇത് എവിടെ കൊണ്ട് വെച്ചിരിക്കുക? ഇവിടെ എവിടെ വെച്ചെന്നുള്ള പറഞ്ഞേ. എവിടെയെങ്കിലും കൊണ്ടങ്ങ് വെച്ചോളൂ. മുത്തശ്ശിയോടൊന്ന് ചോദിക്കാം. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്നെ അമ്മ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് സമയമില്ല. പൂജയ്ക്കുള്ളതൊക്കെ റെഡിയാക്കണം. തൃശ്ശൂർ എന്തായി പറയുന്നേ? സ്വാമിജി ഇനിയും വന്നില്ലെന്നോ? നീയും ഇങ്ങനെയൊക്കെ പറഞ്ഞ? എന്നുവെച്ചാ നന്ദീശനങ്ങളും ഇത് തന്നെയാ പറഞ്ഞത്. കറക്റ്റ് കാര്യമാണല്ലോ പറഞ്ഞത്. അദ്ദേഹം ഞാനും വന്നിരുന്നെങ്കിൽ വന്നു എന്ന് തന്നെ പറഞ്ഞേനെ. തൃശ്ശൂർ, നീ വെറുതെ തമാശ പറയല്ലേ. അദ്ദേഹം ഇവിടെ വന്നപ്പോ നീ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് പിന്നെ ഇപ്പൊ അദ്ദേഹം വന്നില്ലെന്ന് പറയുന്നേ? ഞാനോ? അവിടെയോ? നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നോ? ടെൻഷനാവാതെ ശിവാനി. ഒരു സാധാരണ മനുഷ്യന് ഏതെങ്കിലും ഒരു പുതിയ സ്ഥലം കാണാൻ കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ പുതിയൊരാളെ കണ്ടു കഴിഞ്ഞാൽ, ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഈ സ്ഥലം മുൻപ് ഞാൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെ തോന്നും. ആക്ച്വലി നമ്മളവരെ കണ്ടിട്ടേ ഉണ്ടാവില്ലെന്നേ. അതിന് നമ്മൾ ഭ്രമം എന്നാ പറയാ. ഇപ്പോ നിനക്കും അത് തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് ടെൻഷൻ അടിക്കാതെ സമാധാനമായിട്ടിരിക്കും. ശിവാനി, ഈ കാര്യങ്ങളൊക്കെ പറ്റി ആലോചിക്കാതെ ഒരു പേഴ്സന്റ് നമ്മുടെ ലവിനെ പറ്റി ചിന്തിച്ചിരുന്നെങ്കിലേ, ഇതിനിടയിൽ നമ്മൾ തമ്മില് ജോക്ക് പറഞ്ഞതാ വെറുതെ. ഗുരുക്കൾ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തും. എനിക്ക് ഒരുപാട് ജോലി ചെയ്തെടുക്കാനുണ്ടേ. അതുകൊണ്ട് ഞാൻ പൊക്കോട്ടെ. പിന്നെ കാണാം. താങ്ക് യു. അപ്പോ ത്രയംബകൻ ഇതുവരെയും വന്നില്ലേ? ഇതെന്താ ഇവിടെ നടക്കുന്നേ? വിചിത്രമായി തോന്നുന്നുവല്ലേ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുവല്ലേ? ത്രയംബക, നീ വലിയ ശക്തിശാലിയായിരിക്കാം. എന്നാൽ എന്റെ അത്ര യുക്തി നിനക്കില്ല. നിന്നെ ഞാൻ തിരികെ കൊണ്ടുവന്നാൽ നീ എനിക്കെതിരെ തിരിയുമെന്നുള്ള സംശയം എനിക്ക് അന്നു മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ നിന്റെ ആത്മാവിനെ ഞാൻ എന്റെ കൈകളിലാക്കിയത്. നീ എന്നെ ഒരുപാട് ശല്യം ചെയ്യുന്നു. എന്റെ ഉള്ളിലെ രാക്ഷസനെ നീ ഉണർത്താൻ നോക്കരുത്. നിന്നെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ആലോചിച്ചു നോക്ക്. നിനക്ക് നിന്റെ വാശിയാണോ മുഖ്യം, അതല്ല നിന്റെ ആത്മാവാണോ മുഖ്യമെന്ന്? ശരി, ഞാൻ നിനക്കിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആ ശിവാനിയുടെ കഥ കഴിക്കണം നീ. സമ്മതമല്ലേ? ശരി, നോക്ക്, ഞാനിതിനെ ഒരു തോൽവിയായി സമ്മതിക്കില്ല. എന്റെയും നിന്റെയും ശത്രു ഒന്നായ കാരണം കൊണ്ട് ഞാൻ സമ്മതിക്കുന്നു. എന്തു തന്നെയായാലും എനിക്ക് എന്റെ ആവശ്യങ്ങൾ നടന്നാൽ മതി. ഇപ്പോൾ തന്നെ ചെയ്തേക്കാം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ശിവാനിക്ക് കാവലുണ്ട്. കാവലോ? അതെ, നീ മറന്നുപോയതാണെന്ന് തോന്നുന്നു. ശിവാനിയെ കാലങ്ങളായി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല, പുനർജന്മമെടുത്തിരിക്കുന്ന ആദിശേഷനാ. മനസ്സിലായി. അവനെ മറികടന്ന് അവളിലേക്ക് എത്തുന്നത് ബുദ്ധിമുട്ടാ. എന്തിനാ ചിരിക്കുന്നത്? എന്റെ അപാരമായ ശക്തിയുടെ മുൻപിൽ എല്ലാം വെറും നിസ്സാരം മാത്രം. എല്ലാവരും എപ്പോഴും നിസ്സാരരാണെന്നുള്ള തോന്നൽ വേണ്ട. ആദ്യം നിന്റെ സ്ഥാനം നീ മനസ്സിലാക്ക്. നീ പറഞ്ഞ കാര്യം ഞാൻ സമ്മതിച്ചു എന്ന് കരുതി അതെന്റെ തോൽവിയല്ല. എന്നെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നും തന്നെയില്ല. നിനക്ക് ആദിശേഷനെ പറ്റി അറിയില്ല. ആദിശേഷനോ? നീ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയുവാനുണ്ട്. അത് സാരമില്ല. ആദ്യം ശിവാനിയുടെ കഥ കഴിക്കാം. പിന്നീട് മറ്റു കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം. അതിനെല്ലാം മുൻപ് ഒരു ഉടമ്പടിയുണ്ട്.
ആദിശേഷന് ഒരാപത്തും സംഭവിക്കാൻ പാടില്ല. എന്റെ മാർഗത്തിന് തടസ്സമായി വന്നാൽ ആരുടെയും ജീവൻ ഞാൻ സംരക്ഷിക്കില്ല. ആദിശേഷൻ ഒരിക്കലും എതിരെ വരില്ല. എന്താണെന്ന് വെച്ചാൽ താൻ ആദിശേഷനാണെന്നുള്ള കാര്യം അവൻ അറിയില്ല. ആരാണവൻ? ആദ്യം ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തു തീർക്ക്. കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട. ദേഷ്യം നീ അവളോട് കാണിക്ക്, എന്നോട് വേണ്ട. ഇവളെന്നെ പാവയെ പോലെ കളിപ്പിക്കുന്നു. സാരമില്ല, ആദ്യം ശിവാനിയെ ഇല്ലാതാക്കി ആദിശേഷന്റെ മറുജന്മം കണ്ടുപിടിച്ച് അവന്റെ കഥയും എന്നേക്കുമായി തീർക്കണം. ഇല്ല, ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എന്റെ മനസ്സങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ത്രയംബകൻ ഇവിടെ വന്നു എന്നുള്ളത് സത്യമാണ്. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അയാൾ. പക്ഷെ വീട്ടിലുള്ള ആർക്കും എന്താ അത് ഓർമ്മയില്ലാത്തത്? അവർക്കൊന്നും തന്നെ ഓർമ്മയില്ലായിരിക്കാം. പക്ഷെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. അയാൾ ഉറപ്പായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞേ പറ്റൂ. എനിക്കതറിയണം. ഗുരുക്കളെ, എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ. ഈ വീട്ടിലെന്തോ പ്രശ്നമുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താ അത്? കഴിഞ്ഞ ദിവസം ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നത് വീണ്ടും പ്രശ്നങ്ങളാണോ? ഇതെല്ലാറ്റിനേക്കാളും വലുതാണ്. നിങ്ങൾ ആരെയൊക്കെ സ്വന്തമെന്ന് കരുതിയിരിക്കുന്നുവോ, അവരാരും നിങ്ങളുടെ ആരുമല്ല. അവരുടെ ഉദ്ദേശം തന്നെ വേറെയാണ്. എന്ത് പ്രശ്നം? ആരുടെ പ്രശ്നമാ? നിന്റെ പ്രിയതമയ്ക്ക്, നിന്റെ മുൻപിൽ നിൽക്കുന്ന ഈ ശിവാനി. നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത് പോലെ ഇവളൊരു മനുഷ്യ സ്ത്രീയല്ല, ഇച്ഛാധാരി നാഗമാണ്. ഇവൾ അപ്പോ എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ത്രയംബകൻ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ വേണ്ടിയാണ് വന്നത്. അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഒന്നും പറയാതെ എന്താ ഇവിടുന്ന് പോയി കളഞ്ഞത്? എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? എനിക്ക് ഓർമ്മയുള്ളത് ഇവിടെയുള്ള മറ്റാർക്കും ഓർമ്മ വരുന്നില്ലല്ലോ. എല്ലാം വളരെ വിചിത്രമായി തോന്നുന്നു. എന്തായാലും ഇതെല്ലാം നടന്നു എന്നുള്ളത് സത്യമാണ്. എന്റെ മേൽ അത്രയും ദേഷ്യം ഉണ്ടായിട്ടും ആ ത്രയംബകൻ എന്താ ഒന്നും പറയാതെ ഇവിടുന്ന് പോയി കളഞ്ഞത്? എല്ലാം വളരെ നിഗൂഢമായിരിക്കുകയാണല്ലോ. അച്ഛാ നിൽക്ക്. അച്ഛാ ഹലോ, ഒന്ന് നിക്കവിടെ. എന്താടാ? അച്ഛനെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് അതൊന്നും കേൾക്കാതെ അങ്ങ് പോവാണല്ലോ. എന്താ കാര്യം? മോനെ, നിന്റെ അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്ത് പറ്റിയ? ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ? എന്താണെന്ന് അറിയില്ലടാ. ശരീരത്തിന് എന്തോ വയ്യായി ഉണ്ടെന്ന് പറയുന്നു. ഗർഭിണിയല്ലേ അവള്? എന്തെങ്കിലും ആയി പോകുന്നുള്ള പേടി എനിക്ക്. അയ്യോ ദേവി, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ഞാൻ അങ്ങോട്ട് പോയിട്ട് അവളെ കൊണ്ട് ഡോക്ടറെ കാണിച്ചിട്ട് വരാം. ശരി, എന്നാ കൂടെ ഞാനും വരാം. വേണ്ട മോനെ, നമ്മളെല്ലാരും കൂടെ പോയാൽ അവള് പേടിക്കും. അവൾക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞ് വെറുതെ അവള് ചിന്തിച്ചു കൂട്ടും. ഞാൻ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാം. നീ ഇവിടെ തന്നെ നിൽക്കേ. ശരി. ഒന്നും ഉണ്ടാവില്ലടാ, ധൈര്യമായിട്ടിരിക്കും.
അമൃത, അമൃത എവിടെയുള്ളേ? ഒരേ ഒരു തവണ എന്റെ കൺമുമ്പിലേക്കൊന്ന് വാ. നിങ്ങൾ എനിക്ക് ഒരു പ്രാവശ്യം ഒന്ന് കാണണം. ഞാൻ വലിയൊരു പ്രശ്നത്തെ പെട്ടുകിടക്കാം. എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയില്ല. എനിക്കിപ്പോ സഹായത്തിനുള്ളത് നിങ്ങൾ മാത്രമാണ്. പ്ലീസ് അമൃത, ഒരു തവണ മുന്നിലേക്ക് വാ. അമൃത, എന്റെ സ്വപ്നങ്ങളൊക്കെ സത്യമാവുമെന്ന് എനിക്കൊരു തോന്നലുണ്ട്. അമ്മയ്ക്ക് ശരീരത്തിൽ എന്തോ ബാധ കയറിയെന്ന് പറയുന്നു. ശിവാനിയാണെങ്കിൽ വീട്ടിലേക്ക് വരാത്ത ആൾക്കാരൊക്കെ വന്നു പോയിന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഇവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്റെ ലൈഫിൽ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പ്ലീസ് അമൃത, ഒന്ന് പറഞ്ഞതാ. അമൃത പ്ലീസ്. ഇതൊക്കെ എന്തെങ്കിലും അപകടത്തിന്റെ സൂചനയാണോ? എന്റെ സ്വപ്നത്തിൽ ഞാൻ കാണുന്നതൊക്കെ സത്യാവോ? അങ്ങനെയാണെങ്കിൽ എന്റെ എല്ലാവരും എനിക്ക് നഷ്ടമായി പോകുന്നതാണോ? അയ്യോ, ഉത്തരം പറഞ്ഞതാ അമൃത. അമൃത പ്ലീസ്, ഒരേ ഒരു തവണ എന്റെ മുന്നിലേക്ക് വാ. ത്രിശൂൽ, വീണ്ടും വീണ്ടും എന്നെ തേടി വന്ന് എന്നോട് സഹായം ചോദിക്കുന്നത് തെറ്റാണ്. എന്റെ ജീവൻ നഷ്ടപ്പെട്ട സ്ഥലത്ത് ഞാൻ ആത്മാവായിട്ട് വരുന്നത് തെറ്റാണ്. അയ്യോ അമൃത, പ്ലീസ് അങ്ങനെയൊന്നും പറയില്ലേ. എനിക്ക് ഈ സമയത്ത് നിങ്ങളല്ലാതെ വേറെ ആരും ഇല്ല. എന്നുവെച്ചാ എന്റെ കഷ്ടങ്ങൾ എനിക്ക് ആരോടും പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞാനുള്ളത്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടമായിരിക്കും. എല്ലാം നീ നേരിട്ടേ പറ്റൂ. അത് നിന്റെ വിധിയാണ്. എന്ത് വിധി? ഞാൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ വിധി എഴുതിയതാണോ? ഇതുവരെ തുടങ്ങാത്ത കുടുംബജീവിതം വിധി എഴുതിയതാണോ? എന്റെ ജീവിതം നശിച്ചു പോണമെന്ന് എന്റെ വിധിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? പറയാമൃത, പറഞ്ഞതാ. അതെ, ഈ ജഗത്തിലെ ഓരോരോ കാര്യങ്ങളും ബ്രഹ്മാവാൽ രചിക്കപ്പെട്ടവയാണ്. സുഖം വരുമ്പോൾ അഹങ്കരിച്ചും കഷ്ടം വരുമ്പോൾ സങ്കടപ്പെട്ടും എല്ലാം സഹിച്ചു മുന്നോട്ട് പോകണം. അതാണ് ജീവിതം. ഞാൻ ഇതുവരെ തോറ്റുപോയിട്ടില്ല. പക്ഷെ നിങ്ങളെല്ലാവരും ചേർന്ന് എന്നെ തോൽപ്പിക്കാൻ നോക്കാം. ഒരു രീതി പറഞ്ഞ നിങ്ങളും എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം തന്നെയാ. എല്ലാം എനിക്ക് വേദന തരുന്ന പോലെ ചെയ്തിട്ട് ഇപ്പൊ എന്നോട് സഹിക്കാൻ പറയാണോ? ത്രിശൂൽ, ഞാൻ നിന്നെ എങ്ങനെയാണ് വേദനിപ്പിച്ചത്? നിന്റെ ഈ അവസ്ഥയ്ക്ക് ഞാൻ എങ്ങനെയാണ് കാരണമാകുന്നത്? എങ്ങനെയാണെന്നോ? ഞാൻ പറഞ്ഞു തരണോ അത്? ഞാൻ ശിവാനി ഒരുപാട് പ്രണയിച്ചു എന്നുള്ളത് ശരി തന്നെയാ. എന്നാ ഒരു സമയത്ത് അവളെ എനിക്ക് ഒരിക്കലും കിട്ടത്തില്ലെന്ന് വിശ്വസിച്ച് കൈകെട്ടിയിരുന്നതാ ഞാൻ. ആ സമയത്ത് നിങ്ങളെന്താ പറഞ്ഞ? ശിവാനിയുടെ കൈ ഒരിക്കലും വിടരുത്, നിന്റെയും ശിവാനിയുടെയും ജന്മജന്മാന്തര പ്രണയമാണെന്നെല്ലാം പറഞ്ഞില്ലേ? ഒരു പുലിച്ചെടി പോലെ ഇരുന്ന പ്രണയത്തെ മരമായിട്ട് വളർത്തിയത് നിങ്ങളാ. ഞാൻ ശിവാനിയെ താലി കെട്ടി, അവളെ ഞാൻ എന്റെ സ്വന്തമാക്കി. എന്നാൽ ഇതുവരെ ഞങ്ങളുടെ പ്രണയം ഒന്നായിട്ടേ ഇല്ല. ഞങ്ങളുടെ ജീവിതം തുടങ്ങിയിട്ടേ ഇല്ല. അതായത് സ്വാമിജി വന്ന് ഞങ്ങളുടെ ദാമ്പത്യം തുടങ്ങിയില്ലെങ്കിൽ വീട്ടിലുള്ളവർക്കൊക്കെ സർവനാശം സംഭവിക്കുമെന്ന് പറഞ്ഞു. നിങ്ങളാണെങ്കിലോ ശിവാനിക്ക് അപകടം സംഭവിക്കും, നേടിയെടുത്ത ശിവാനിയെ നഷ്ടപ്പെടുത്തരുതെന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? എല്ലാവരും ചേർന്ന് എന്റെ പ്രണയത്തെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ? സമാധാനമായിട്ടിരിക്കൂ ത്രിശൂൽ. അഗ്നിപരീക്ഷ നേരിട്ടത് കൊണ്ട് മാത്രമാണ് സീതാദേവി പതിവ്രതയാണെന്ന് തെളിഞ്ഞത്. അത് രാമായണം, ഇതെന്റെ ജീവിതം. അവിടെ രാമന് സീതയുടെ കാര്യത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ശിവാനിക്ക് എന്നെ വിശ്വാസമേ ഇല്ല. അങ്ങനെ ഒരു സമയവും വരും, ശിവാനിക്ക് നിന്റെ പ്രണയവും മനസ്സിലാവും. അതിന് എപ്പോഴാ? ഇനിയും എത്ര നാളാ? ഇല്ല, അതിനുള്ള ശിവാനി എനിക്ക് നഷ്ടമാവുന്നൊരു തോന്നലുണ്ട്. ആ ദുഷ്ടശക്തി ശിവാനി എന്നിൽ നിന്ന് അകറ്റിക്കളയുമെന്ന് തോന്നിക്കൊണ്ടിരിക്കുക. അമൃത പ്ലീസ്, കൈകൂപ്പി പറയാൻ ഞാൻ പ്ലീസ്. എന്റെ ശിവാനി എന്നെ വിട്ട് അകന്നു പോകാൻ പാടില്ല. അവൾ എന്നും എന്റെ കൂടെ വേണം. ആ ദുഷ്ടശക്തിയിൽ നിന്ന് ശിവാനിയെ രക്ഷിക്കാനുള്ള വഴി എനിക്ക് കാണിച്ചത് അമൃത, പ്ലീസ്. ശരി, ഞാൻ പറയുന്നത് പോലെ ചെയ്യ്. അത് ചെയ്യാൻ ഞാൻ. കാര്യം എന്താണെന്ന് പറഞ്ഞതാ. ഇവിടെ നിന്ന് വടക്കോട്ട് പോയി 16 മൈൽ ദൂരത്തുള്ള വിന്ധ്യാവനത്തിലൂടെ ഒഴുകുന്ന ഗംഗാജലം കൊണ്ടുവന്ന് നിങ്ങളുടെ വീടിന് ചുറ്റും ലക്ഷ്മണരേഖ വരച്ചേ മതിയാവൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ശിവാനിക്കൊന്നും സംഭവിക്കില്ലല്ലോ അല്ലേ? ലക്ഷ്മണരേഖ പൂർത്തിയായാൽ മാത്രമേ ശിവാനിയെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ചെറിയ ഇടം പോലും ലക്ഷ്മണരേഖ വരയ്ക്കാതെ വിട്ടുപോയാൽ അത് ശിവാനിയുടെ ജീവന് അപകടമുണ്ടാക്കുന്നതാണ്. ശരി, ഞാനിപ്പോ തന്നെ പൊക്കോളാം. ത്രിശൂൽ,
ഗംഗാജലം വളരെ പവിത്രമായ ഒന്നാണ്. കൊണ്ടുവരുമ്പോൾ നല്ല ശ്രദ്ധ വേണം. അതൊട്ടും അശുദ്ധമാവാൻ പാടില്ല. ഒരു തുള്ളി പോലും നഷ്ടപ്പെടുത്തി കളയരുത്. അത് ഞാൻ എങ്ങനെ കൊണ്ടുവരാ? നിനക്ക് ഗംഗാജലം കാണുന്ന സ്ഥലത്ത് നിന്ന് വലത്തോട്ട് 7 ചുവട് വെച്ചാൽ ഒരു ഗംഗാപാത്രം ലഭിക്കും. അതിലാണ് നീ ഗംഗാജലം എടുത്തുകൊണ്ടുവരേണ്ടത്. കൊണ്ടുവരാൻ വൈകിയാൽ ശിവാനിക്ക് അപായം സംഭവിക്കുമെന്നത് ഉറപ്പാണ്. അത് ഓർമ്മയിരിക്കട്ടെ. ഇല്ല, ശിവാനിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. ഞാൻ ഇപ്പൊ തന്നെ പോയി ഗംഗാജലം കൊണ്ടുവരാം. ശിവാനിയെ ഞാൻ രക്ഷിക്കും. സാധ്യമല്ല. ഇന്ന് ശിവാനിക്ക് എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കില്ല. എന്നിലുള്ള ശക്തിയുടെ കൂടെ രാക്ഷസ ശക്തികളെയും ആവാഹിച്ചുകൊണ്ട് ആ ശിവാനിയെ ഞാൻ നശിപ്പിച്ചിരിക്കും. ആ നിമിഷത്തിനായി ഞാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. നിന്റെ ആഗ്രഹം സഫലമായെന്ന് കരുതിക്കൊള്ളുമായങ്ങനെ. എന്റെ പൂജ ഇത് ആരംഭിക്കുന്നു. എല്ലാ രാക്ഷസ ശക്തികളെയും ഇപ്പോൾ തന്നെ ഞാൻ ആവാഹിക്കുന്നതാണ്. ഓം ഹാം ഹീം ഹൂം ഫട്ട് സ്വാഹ. ഓം ഹാം ഹീം ഹും കാളികായേ സ്വാഹ. ഓം ഹീം ഹും ഹീം കാളികായേ സ്വാഹ. ഏ കാളികാശക്തി, പോകൂ. രാക്ഷസ ലോകത്തുള്ള എല്ലാ രാക്ഷസ ശക്തികളെയും കൂട്ടിക്കൊണ്ടുവരുവാൻ പോകൂ. പോകൂ. ഈശ്വര, നടന്നാകെ വയ്യാതെ. ഇനിയും എത്ര ദൂരെ പോണ്ടേ? എന്റെ ശക്തി രാക്ഷസ ലോകത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് എല്ലാ ശക്തികളും ഒന്നാകുന്നത് മാത്രം. ഓം ഹാം ഹീം ഹൂം ഫട്ട് സ്വാഹ. ഓം ഹാം ഹീം ഹൂം ഫട്ട് ശക്തി ആവാഹയാമി ഫട്ട്. എല്ലാ ശക്തികളും ഒന്നു ചേർന്ന് കഴിഞ്ഞു. ഇനി എല്ലാ ശക്തികളും എന്നിൽ അലിഞ്ഞു ചേരേണ്ടതേയുള്ളൂ. ഓം ഹാം ഹീം ഹൂം ഫട്ട്. അയ്യോ ഇല്ല, ഞാനിനി താമസിച്ചു കഴിഞ്ഞാൽ അത് ശിവാനിക്ക് അപകടമായിരിക്കും. അങ്ങനെ സംഭവിക്കാൻ സമ്മതിക്കില്ല. ശിവാനി എനിക്ക് രക്ഷിച്ചേ പറ്റൂ. ഹേയ്
ഹേയ് രാക്ഷസ ശക്തികളെ, എന്റെ ലോകത്തിലേക്ക് സ്വാഗതം. എത്രയോ വർഷങ്ങളായി രക്തത്തിനായി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് രക്താഭിഷേകം തന്നെ നാം നൽകുന്നതാണ്. വരൂ, എന്നിലേക്ക് ലയിക്കൂ. ഓം ഹാം ഹീം ഹൂം ഫട്ട് സ്വാഹ. ഇതെന്താണ് ചെയ്യുന്നത്? എന്റെ മേൽ തന്നെ അഹങ്കാരം കാണിക്കുന്നുവോ? നിങ്ങളെ വിളിച്ചു വരുത്തിയത് ഞാനാ. എന്നെ ആക്രമിക്കുന്നത് തെറ്റാണ്. ത്രയംബക, എന്താ സംഭവിക്കുന്നത് ഇവിടെ? ഈ രാക്ഷസ ശക്തികൾ അങ്ങനെയാണ്. ഇതുകൊണ്ട് എന്തെങ്കിലും അപായമുണ്ടാകുമോ? ഭയപ്പെടേണ്ടതില്ല. ഈ രാക്ഷസ ശക്തികളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയാം. ഈ ശക്തികളെയെല്ലാം എന്നിൽ ആവാഹിച്ച് ശിവാനിയെ ഞാൻ നശിപ്പിക്കുന്നതാണ്. ദൈവമേ, ഇവിടെ കാട്ടുമൃഗങ്ങളെ കൊണ്ടുവന്ന് തോന്നുക. ദൈവമേ ദൈവമേ ദൈവമേ, ഒന്നും തന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മതിയായിരുന്നു. എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ത്രയംബക, ഇനി എന്താണ്? രാക്ഷസ ശക്തികളെല്ലാം വിളിച്ചു വരുത്തി കഴിഞ്ഞില്ലേ? വേഗം ശിവാനിയുടെ കഥ കഴിക്കൂ. ഞാൻ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. ആ ശിവാനിയെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരും. അവളെ ഞാൻ എന്റെ കൈക്കുള്ളിൽ ഒതുക്കും. എത്രയും വേഗം നടക്കട്ടെ അത്. സമയം കഴിയും തോറും ശിവാനിയെ രക്ഷിക്കുന്ന കൈകൾക്ക് ബലം കൂടും. ശിവാനിയെ രക്ഷിക്കുന്ന കൈകളോ? ഒന്നാമതേ ഞാൻ ശക്തിശാലിയാണ്. ഇപ്പോൾ മറ്റ് ശക്തികൾ കൂടി എന്നിൽ ലയിച്ചിരിക്കുന്നു. ഇപ്പോൾ ആ ദൈവം തന്നെ വന്നാലും എന്നെ തോൽപ്പിക്കുവാൻ സാധിക്കില്ല. പിന്നെയാണ് ആ ശിവാനി. എന്നെ എതിർക്കുവാൻ പോകുന്നു. ആദ്യമേ ശിവാനിക്ക് ഈ ത്രയംബകന്റെ ശക്തിയെക്കുറിച്ച് അറിയാവുന്നതാണ്. ഇപ്പോൾ ഞാൻ തിരികെ വന്നെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ പകുതി ജീവൻ അവൾക്ക് നഷ്ടപ്പെടും. പിന്നെ എന്റെ മുൻപിൽ അവൾ നിൽക്കില്ല.